ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, ഉത്ഥാന തിരുനാളിൻ്റെ എല്ലാവിധ പ്രാർത്ഥന മംഗളാശംസകളും ആദ്യമേ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്നേഹപൂർവ്വം നേരുകയാണ്. ക്രിസ്തുവിൻ്റെ ഉത്ഥാനം നമ്മേവരെയും പ്രത്യാശയിലേക്കും സമാധാനത്തിലേക്കും വിശ്വാസ ചൈതന്യത്തിലേക്കും നമ്മെ മാടി വിളിക്കുകയാണ്. ഈ ദിനത്തിൽ പുതിയ ഒരു വെളിച്ചം ഈസ്റ്ററിലൂടെ അവിടെ നമുക്ക് നൽകുക. മരണം കൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ല. മരണം നിത്യതയിലേക്ക് പ്രവേശിക്കുവാനുള്ള കവാടം മാത്രമാണെന്ന് നമ്മെ ഏവരെയും യേശുവിൻ്റെ മരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും നമ്മെ പഠിപ്പിക്കുകയാണ്. ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിത്തറയാണ് ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനമെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നുവെങ്കിൽ ക്രൈസ്തവ വിശ്വാസവും ചൈതന്യവും ഈ ലോകത്തിൽ ഉണ്ടാകുമായിരുന്നില്ല. ക്രിസ്തു എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന, എല്ലാവരെയും ഉൾച്ചേർക്കുന്ന ഒരു പുതിയ സ്നേഹ സന്ദേശമാണ് നമുക്ക് നൽകുക. ശത്രുക്കളെ പോലും സ്നേഹിക്കുവാൻ നമ്മെ പഠിപ്പിക്കുന്ന വലിയ ഒരു സന്ദേശമാണ് ക്രിസ്തുവിൻ്റെ ജീവിതം. കുരിശിൽ കിടന്നുകൊണ്ട് തന്നെ ഉപദ്രവിച്ചവരോട് എപ്രകാരം വർത്തിക്കണമെന്ന് യേശു ആ വേദനയിലൂടെ നടുവിലും പ്രഖ്യാപിക്കുകയുണ്ടായി. പിതാവേ, ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവർക്ക് അറിഞ്ഞുകൂടാ, ഇവരോട് ക്ഷമിക്കണമേ. താൻ സ്നേഹിച്ചവർ തനിക്കെതിരായി തന്നെ വേദനിപ്പിച്ചപ്പോഴും പീഡിപ്പിച്ചപ്പോഴും ചാട്ടവാർ കൊണ്ട് അടിച്ചപ്പോഴും കുന്തം കൊണ്ട് തൻ്റെ ഹൃദയത്തെ പിളർന്നപ്പോഴുമെല്ലാം യേശു അവരോട് ക്ഷമിക്കുവാനാണ് നമ്മെ പഠിപ്പിച്ചത്. ആ യേശുവിൻ്റെ അനുയായികളായ നാം ഓരോരുത്തരും നമ്മെ ദ്രോഹിക്കുന്നവരോട്, നമ്മെ വേദനിപ്പിക്കുന്നവരോട് എപ്രകാരം വർത്തിക്കണമെന്ന് നമ്മെ പഠിപ്പിച്ചു. ആ യേശു മരണത്തെക്കുറിച്ച് വലിയ പ്രത്യാശ നമുക്ക് നൽകും. നമ്മുടെ എല്ലാം ആധുനിക ലോക ജീവിതത്തിൽ മരണം കൊണ്ടെല്ലാം അവസാനിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് നാം നിരാശരാകേണ്ടില്ല എന്നുകൂടി യേശു ഓർമ്മപ്പെടുത്തുകയാണ്. പ്രത്യാശയുള്ളവരായി, മറ്റുള്ളവർക്ക് വെളിച്ചമായി, സമാധാനമായി, സ്നേഹമായി നാം മാറണം. നമ്മുടെ ജീവിതത്തിൽ ആരെയും മാറ്റി നിർത്താതെ പാർശ്വവൽക്കരിക്കപ്പെട്ട പാവപ്പെട്ട ജനങ്ങളോട് ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായി എല്ലാവരെയും ഒളിച്ചേർത്തുകൊണ്ട് സമഗ്രമായ സുസ്ഥിര വികസനത്തിന് വേണ്ടി, ആത്മീയവും ഭൗതികമായ പുരോഗതിക്ക് വേണ്ടി അവരെ ചേർത്ത് പിടിക്കുവാൻ ഈ ഈസ്റ്റർ നമ്മെ പഠിപ്പിക്കുകയാണ്. യേശു ആരെയും മാറ്റി നിർത്തിയില്ല. യേശു പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ തിരിച്ച് ആരെയും വേർതിരിച്ചില്ല. മനുഷ്യത്വം എന്ന മഹാമൂല്യം മുറുകെ പിടിച്ചുകൊണ്ട് മനുഷ്യരെ സ്നേഹിക്കുവാൻ, മനുഷ്യരെ പരസ്പരം സ്നേഹം പഠിപ്പിക്കുവാൻ, മറ്റുള്ളവരോട് കരുണ കാണിക്കുവാൻ, മറ്റുള്ളവരോട് അനുകമ്പ പ്രകടിപ്പിക്കുവാൻ തൻ്റെ ജീവിതത്തിലൂടെ യേശു നമ്മെ പഠിപ്പിച്ചുവെങ്കിൽ യേശുവിൻ്റെ ഉത്ഥാന തിരുനാൾ നമുക്ക് നൽകുന്ന വലിയ സന്ദേശം നാം പ്രത്യാശയുള്ളവരായിട്ട് മാറുക. ഈ ആധുനിക കാലഘട്ടത്തിൽ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും മറ്റു ലഹരി വസ്തുക്കളുടെയും എല്ലാം അമിതമായ ദുരുപയോഗത്താൽ സമൂഹം ഇന്ന് ഒത്തിരിയേറെ വേദനയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതാണ് നാം കാണുക. അതുമൂലം കുടുംബങ്ങളും സമൂഹവും വ്യക്തികളുമെല്ലാം ഇന്ന് ഒത്തിരിയേറെ യാതന, വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. സമൂഹത്തിൽ നിന്നും ഈ വലിയ വിപത്തിനെ തുടച്ചു മാറ്റുവാൻ ആബാലവൃദ്ധ ജനങ്ങളും കൈകോർത്ത് പിടിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും ചൈതന്യം മുറുകെ പിടിക്കുവാൻ, സമൂഹത്തിൽ എന്നും യേശുവിൻ്റെ സാക്ഷികളായി തീരുവാൻ ഈ തിരുനാൾ നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. ഒരിക്കൽ കൂടി
ഈസ്റ്ററിൻ്റെ എല്ലാവിധ പ്രാർത്ഥന മംഗളാശംസകളും സ്നേഹപൂർവ്വം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നേരുന്നു.